അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇവിടെ 91 അവസ്ഥ തന്നെയായിരിക്കും ഇത്തവണ BJPക്ക് ഈ കൂട്ടുകെട്ടിലും ഉണ്ടാവുക എന്ന ഒരു കാര്യം കൂടി ഈ പോസ്റ്റിൽ MP രാജേഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തൃശ്ശൂര് വലിയ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്ന ഒരു പ്രതിച്ഛായയൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ മാസങ്ങളായൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ പ്രവർത്തകരോട് വഴക്കിട്ടുകൊണ്ട് ഞാൻ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്ന സ്ഥാനാർത്ഥിയെയാണ് നമ്മൾ കാണുന്നത്. പാർട്ടിക്ക് ആളെ അല്ലെങ്കിൽ പരിപാടിക്ക് ആളെ എത്താത്തതിലുള്ള പ്രതിഷേധമാണ് സുരേഷ് ഗോപി അവിടെ പ്രകടിപ്പിച്ചത്. മുരളീധരൻ എത്തുമ്പോൾ നഷ്ടപ്പെടുന്ന വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കേണ്ടുന്ന വോട്ടുകളാകും എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയങ്ങളുടെ ഫലമാണോ ഈ കാണുന്നതൊക്കെ? ഒരിക്കലുമല്ല. അത്തരമൊരു ആശയവിനിമയം അതിന്റെ ആവശ്യവും ഇല്ല. ഇവിടെ ഈ രണ്ടുപേരും, ശ്രീ സമ്പത്താണെങ്കിലും ലിജു ആണെങ്കിലും, പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ളവരാണ്, അനുഭവമുള്ളവരാണ്. കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എന്താണെന്നും അടിയൊഴുക്കുകളും മുകളൊഴുക്കുകളും എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ട് പാർട്ടികളും മുന്നണികളും ഒരേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും വളരെയേറെ അനുയോജ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിരവധി സീറ്റുകൾ BJP ഇത്തവണ ജയിക്കും, ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കും എന്നുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ നിലവിലുണ്ട്. ഈ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, പ്രധാനമന്ത്രി പറഞ്ഞ ഡബിൾ ഡിജിറ്റ് ആണോ? അതെ, ഡബിൾ ഡിജിറ്റ് എന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരേ സീറ്റിൽ ഒരേ മുന്നണി രണ്ട് കക്ഷികളെ നിർത്തുന്ന അപകടകരമായ ആ ഒരു കാര്യം കൊണ്ട് എന്ത് നേട്ടമാണ് ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത്? അതായത് CPM-ന് ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിലെ CPM വേണം കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ കൊണ്ടുവരാൻ. അപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണെന്നിരിക്കട്ടെ, എത്ര സീറ്റ് കൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കും? കേരളത്തിൽ നിന്ന് CPM എത്ര സീറ്റ് കൊണ്ട് പാർലമെന്റിൽ ഞങ്ങളെ സഹായിക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇതല്ലേ: എത്ര സീറ്റിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നോ അത്രയും സീറ്റ് കൊണ്ട് സഹായിക്കും. ഇതല്ലേ അവസ്ഥ? ഇത് കേരള സമൂഹം ചർച്ച ചെയ്യുകയല്ലേ. ഇപ്പൊ CPM ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും രാഹുലിനെ പ്രധാനമന്ത്രിയാക്കണം. ഇനി രാഹുലിനെ അല്ല ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പിന്നെ സീതാറാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കാൻ CPM-ന് സാധിക്കുമോ? അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 1% വോട്ട് പോലും ഇല്ല. ദേശീയ പാർട്ടി എന്ന് പറയുന്ന അംഗീകാരവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് കോൺഗ്രസ് മാത്രമാണ് ഒരു താങ്ങുകാലായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ നാടകം എന്തിനാണ്? ഫലത്തിൽ ഇവരുടെ ഈ ഒരു സീറ്റിൽ രണ്ട് സ്ഥാനാർത്ഥികളെ ഒരേ മുന്നണി നിർത്തുമ്പോൾ ഞങ്ങളാണ് സന്തോഷിക്കുന്നത്. കാരണം BJPക്കെതിരെ പൊതു സ്ഥാനാർത്ഥി എന്നുള്ള ആ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള നയം ഏറ്റവും ഭംഗിയായിട്ട് നടപ്പാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന് ഡബിൾ ഡിജിറ്റ് MP-മാര് കിട്ടിയ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലാണ്. അതുപോലെ CPIM ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത് വേണം അവർ ഈ പറയുന്ന ആദർശം നടപ്പിലാക്കി കാണിക്കാൻ. പക്ഷെ ഇവിടെ അവർ പറയുന്നത് ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, നിങ്ങൾ പരസ്പരം മത്സരിക്കൂ, അത് BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മത്സരിക്കുകയാണ്. എങ്ങനെ BJPക്ക് കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ സൃഷ്ടിച്ചു കൊടുക്കാം എന്നുള്ളതില് CPM-ഉം കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ട് പാർട്ടികളോടും നന്ദിയുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.